പണിപ്പുര ടാസ്കിൽ വലിയ പണി കൊടുത്തുകൊണ്ട് ബിഗ് ബോസ് ഭയങ്കര ഒരു ട്വിസ്റ്റ് കൊണ്ടുവന്നിരിക്കുകയാണ് ഗായ്സ്. അപ്പം നമുക്ക് ലൈവ് അപ്ഡേറ്റ്സ് എല്ലാം അറിയണ്ടേ. എന്തായാലും വോട്ടിങ്ങിൽ 1ാം സ്ഥാനത്ത് അനുമോളാണ്, 2ാം സ്ഥാനത്ത് അനീഷ് കയറി വന്നിരിക്കുകയാണ്, 3ാം സ്ഥാനത്ത് ഷാനവാസ്, 4ാം സ്ഥാനത്ത് നൂറ. ഇങ്ങനെയാണ് വോട്ടിംഗ് നില പോകുന്നത്. അപ്പോൾ വോട്ട് ചെയ്യാത്തവരെല്ലാവരും ഉണ്ടെങ്കിൽ പോയി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റ് വോട്ട് ചെയ്യട്ടോ. അപ്പോൾ പണിപ്പുര ടാസ്കിൽ വൈൽഡ് കാർഡ്സ് 5 പേര്, അവർക്ക് ഓരോ ഓപ്ഷൻ കൊടുക്കും. ആ ഓപ്ഷൻ അനുസരിച്ച് അവർ റാങ്കിങ് രീതിയിൽ 1, 2, 3 എന്നുള്ള രീതിയിൽ 16 വരെയുള്ള റാങ്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് അപ്ഡേറ്റ്സിന് മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനുശേഷം കമൻസ് ഒക്കെ അറിയിക്കുക. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് എടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമാൻ എന്നുള്ളത്, ആരാണ് ബുദ്ധിമാൻ ഓർ ബുദ്ധിമതി എന്നുള്ളതായിരുന്നു വൈൽഡ് കാർഡ് എടുത്തത്. അപ്പോൾ അത് ഒന്നാമത് തൊട്ടിട്ട് ബുദ്ധിമാൻ ജിസേലായിരുന്നു, 2ാമത് അനീഷ്, അങ്ങനെ അവർ ചൂസ് ചെയ്തു. പക്ഷേ വൈൽഡ് കാർഡിനെ തോൽപ്പിച്ചുകൊണ്ട് കറക്റ്റായിട്ട് പറഞ്ഞു ഹൗസ് മേറ്റ്സ്, വീട്ടുകാർ പറഞ്ഞു ബുദ്ധിമാൻ. അങ്ങനെ വൈൽഡ് കാർഡ് ആദ്യത്തെ സെഗ്മെൻറ്റിൽ തന്നെ വൈൽഡ് കാർഡ് തോറ്റു. അങ്ങനെ വൈൽഡ് കാർഡ് തോറ്റു കഴിഞ്ഞാൽ ആരാണ് തോക്കുന്നത് അവർ ഒരാളെ തിരഞ്ഞെടുക്കണം. അപ്പം പണിപ്പുരയിൽ വൈൽഡ് കാർഡിൽ ഒരാൾക്ക് പോകാൻ പറ്റില്ല. മസ്താനി പണിപ്പുരയിൽ പോകാൻ പാടില്ല എന്നുള്ളത് മസ്താനി പുറത്തായി ഈ പണിപ്പുര ടാസ്കിൽ നിന്ന്. ഇനി അടുത്തത് 2ാമത് വൈൽഡ് കാർഡ് ജയിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രീൻ സ്പേസ് ആണ് വൈൽഡ് കാർഡിന് കിട്ടിയത്. അത് പക്ഷേ വീട്ടുകാർക്ക് പറയാൻ പറ്റിയില്ല. ജിസേൽ, അനു, നൂറ ഇവരാണ് സ്ക്രീൻ സ്പേസിൽ ഒന്നാമതായിട്ട് 1, 2, 3 എന്നുള്ള സ്ഥാനത്തിൽ വൈൽഡ് കാർഡ് പറഞ്ഞത്. പക്ഷേ അവർക്ക് മനസ്സിലായില്ല. അപ്പം വീട്ടുകാർ തോറ്റു, വൈൽഡ് കാർഡ് ജയിച്ചു. അപ്പം ജിസേലിനെയാണ് പണിക്ക് വേണ്ടിയിട്ട് അവർ തിരഞ്ഞെടുത്തത്. പണി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. 3ാമതായിട്ട് വൈൽഡ് കാർഡ് അടുത്തത് വന്നത് സത്യസന്ധത. ഏറ്റവും സത്യസന്ധമായിട്ട് ആരാണ് എന്നുള്ളതാണ്. അവർ ആദ്യമായിട്ട് ഫസ്റ്റ് അനുമോളെയാണ്, 2ാമത് അനീഷിനെയാണ്, 3ാമത് അഭിലാഷിനെയാണ് അങ്ങനെ തിരഞ്ഞെടുത്തു. പക്ഷേ വീട്ടുകാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അനുമോള് സത്യസന്ധതയിൽ തിരഞ്ഞെടുക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അതും അവർ തോറ്റു. അവർ പറഞ്ഞു സെൽഫിഷ് എന്നുള്ളതാണ് അവർ അവിടെ തിരഞ്ഞെടുത്തത്. 4ാമതായിട്ട് ശുചിത്വമായിരുന്നു. ശുചിത്വം, മടി, ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ഹൈജീൻ. അപ്പോൾ അത് വൈൽഡ് കാർഡ് തോറ്റു, വീട്ടുകാർ കറക്റ്റായിട്ട് പറഞ്ഞു. 5ാമതായിട്ട് വൈൽഡ് കാർഡിന് കിട്ടിയത് സ്മാർട്ടായിരുന്നു. സ്മാർട്ട്, റിബൽ, അതുപോലെ തന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു, എൻ്റർടൈനർ. അപ്പോൾ വീട്ടുകാർ പറഞ്ഞത് എൻ്റർടൈനർ എന്നുള്ളതാണ് ആൻസർ പറഞ്ഞത്. പക്ഷേ സ്മാർട്ടായിരുന്നു. അതിൽ 1ാം സ്ഥാനത്ത് സ്മാർട്ടായിട്ട് തിരഞ്ഞെടുത്തത് വൈൽഡ് കാർഡ്സ് തിരഞ്ഞെടുത്തത് ആര്യനായിരുന്നു. ആര്യൻ, നെവിൻ, അതുപോലെ തന്നെ അഭിലാഷ്, അനുമോള്, നൂറ, അക്ബർ, അനുമോള്, നൂറ, അങ്ങനെ ആ രീതിയിലാണ് തിരഞ്ഞെടുത്തത് സ്മാർട്ട്. അത് വീട്ടുകാർ തോറ്റു, വൈൽഡ് കാർഡ് ജയിച്ചു. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് വൈൽഡ് കാർഡ്സിനോട് പറഞ്ഞു. നിങ്ങൾ സത്യസന്ധമായിട്ട് പറയണം, കുരുക്കും ഞാൻ അവർക്ക് കൊടുത്തോളാം. കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട വീട്ടുകാരെ വിചാരിക്കുന്നത് കണക്ക് തന്നെ ബിഗ് ബോസ് ഇവരെ കൺഫ്യൂഷൻ അടിപ്പിക്കാൻ വേണ്ടി കൊടുത്തു. യഥാർത്ഥത്തിൽ പ്രേക്ഷകർ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അതാണ് വൈൽഡ് കാർഡ്സ് കൊടുത്തേക്കുന്നത്. പ്രേക്ഷകരുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ സ്ക്രീൻ സ്പേസ് ആർക്കാണ്, അതല്ല സ്മാർട്ടായിട്ട് കളിക്കുന്ന ആർക്കാണ്, ആരാണ് സത്യസന്ധമായിട്ട് ഏറ്റവും കൂടുതൽ സത്യസന്ധത അവിടെ പുലർത്തുന്നത്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് പ്രേക്ഷകർ എന്താണോ പറയുന്നത് അതാണ് വൈൽഡ് കാർഡ്സ് അവിടെ ചെന്ന് പറഞ്ഞത്. പക്ഷേ വീട്ടുകാർക്ക് അത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. വീട്ടുകാർ ഒരിക്കലും വിചാരിക്കുന്നില്ല. കാരണം ഏറ്റവും അവസാനം മിക്കവാറും എല്ലാം വന്നിരിക്കുന്നത് ബിന്നി, ശൈത്യ, അതുപോലെ തന്നെ നമ്മുടെ രേണു സുധിയൊക്കെയാണ്. അവർക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഇവരൊക്കെ പിന്നിലാണ്, സ്ക്രീൻ സ്പേസ് ഇല്ല, അതുപോലെ തന്നെ സത്യസന്ധത ഇല്ല, ഇതൊന്നും ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അംഗീകരിക്കാൻ മടിയായിട്ട് ഇങ്ങനെ ഇരിപ്പുണ്ട്. എല്ലാവരും ഇങ്ങനെ വൈൽഡ് കാർഡ്സിൻ്റെ പുറകിൽ നടപ്പുണ്ട്. ഇത് സത്യമാണോ എന്നൊക്കെ ചോദിച്ച്. പക്ഷേ ഇത് സത്യസന്ധമായിട്ട് പറയണം എന്ന് ബിഗ് ബോസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള രീതിയിലാണ് വൈൽഡ് കാർഡ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും പണിപ്പുര ടാസ്കിൽ നിന്ന് 2 വൈൽഡ് കാർഡ്സാണ് പുറത്തായത്. അവർക്ക് 2 പേർക്കും 10 സെക്കൻഡ് കയറാൻ പറ്റില്ല പണിപ്പുരയിലേക്ക്. ഇവിടുന്ന് 2-3 പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. അതിലൊന്ന് അക്ബർ ആദ്യമേ പണി കിട്ടി, പിന്നീട് ജിസേൽ, അനുമോള്, അതുപോലെ തന്നെ ഇപ്പോൾ റെന ഫാത്തിമ, ഇവർ 3 പേർക്കാണ് പണി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ പണി എന്താണെന്ന് ബിഗ് ബോസ് പിന്നീട് അറിയിക്കും. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നവരേക്കും. അതിനു മുമ്പ് അനീഷ് 2ാം സ്ഥാനത്തേക്ക്, വോട്ടിങ്ങിൽ 1ാം സ്ഥാനത്ത് അനുമോളാണ്, 2ാം സ്ഥാനത്തേക്ക് അനീഷ് വന്നിട്ടുണ്ട്, 3ാം സ്ഥാനത്തേക്ക് ഷാനവാസ്, 4ാം സ്ഥാനത്തേക്ക് നൂറ, 5ാം സ്ഥാനത്തേക്ക് നമ്മുടെ 5ാം സ്ഥാനത്ത് ഇപ്പോൾ ഉള്ളത് ജിസേൽ, 6ാം സ്ഥാനത്ത് ആദില. ഇങ്ങനെയാണ് വോട്ടിംഗ് നില വന്നേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിന് പോയി വോട്ട് ചെയ്യൂ. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരുന്നവരേക്കും ബായ്.